കളൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന നടപടി സ്വീകരിക്കും. അത് ടെക്നിക്കൽ ആയിട്ടുള്ള എററാണ്. അതിനുള്ള നിർദ്ദേശം KSTPക്കും അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർക്കും നൽകിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ പരിഹരിക്കുമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഡൈവേർഷൻ അതുമായി ബന്ധപ്പെട്ടതല്ല, ഫ്ലൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഡൈവേർഷനാണ്. അപ്പോൾ അതിൽ ഈ കേബിളിങ്ങിൻ്റെ വർക്കുകൾ, ഇലക്ട്രിക്കൽ വർക്കുകൾ, അതായത് ഈ പൈലിംഗ് നടത്താനുള്ള യന്ത്രസാമഗ്രികൾ കൊണ്ടുവരണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ടുള്ള ലൈനുകൾ, ഇലക്ട്രിക് ലൈനുകൾ മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേബിൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോസ്റ്റുകൾ കുഴിച്ചിട്ട പണിയാണ് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അമ്പലമുക്കിലും പെരുപ്പങ്കോടും നിന്നും ഡൈവേർട്ട് ചെയ്തിട്ട് ആ റോഡ് 2 വേ ആയിട്ടാണ് അന്ന് ഉപയോഗിച്ചത്. ഇനിയിപ്പോൾ വീണ്ടും പൈലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരവസരത്തിൽ സമന്വയ നഗർ വഴി തിരിച്ച് പാകിസ്ഥാൻ മുക്കിൽ കയറി വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് വരത്തക്ക രീതിയിൽ തിരുവനന്തപുരത്തു നിന്നും പോത്തങ്കോട് നിന്ന് വരുന്ന വാഹനങ്ങളെ ക്രമീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വൺ സൈഡ് അമ്പലമുക്കിൽ നിന്ന് തിരിഞ്ഞ് പെരുപ്പങ്കോടിലേക്ക് പോകും. എന്ന് മുതലായിരിക്കും ഒരു ക്രമീകരണം? അത് ഇനിയിപ്പോൾ ഈ കേബിളിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് KSTP പൂർത്തിയാകുന്ന മുറയ്ക്കാണ്. ഏകദേശം ഉദ്ദേശം 2 ആഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് കണക്കൂട്ടുന്നത്.